ഹായ്, നമസ്കാരം. അപ്പോൾ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം എന്താണ് ഈ ഐസറുകൾ? ലോകോത്തര ശാസ്ത്ര ഗവേഷണത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെയുള്ള ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളാണ് ഐസറുകൾ അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ശാസ്ത്രകുതികളായ വിദ്യാർത്ഥികൾക്ക് വളരാനും അവരുടെ സംഭാവനകൾ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാക്കുമാറുതകുന്ന തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്താനും ഉള്ള ഉയർന്ന സ്ഥാപനങ്ങളാണ് ഈ ഐസറുകൾ. അവിടെ അറിവുകൾ ശരിക്കും പഠിപ്പിക്കുകയല്ല, അറിവുകൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരീക്ഷയായിരുന്നു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ടുകൾ വന്നു. ഇനി നമ്മൾ ശ്രദ്ധയോടുകൂടി നമുക്ക് വേണ്ട ഐസറുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. ജൂലൈ 2 മുതൽ ജൂലൈ 9 വരെയാണ് ഐസറുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട സമയം. നമ്മുടെ രാജ്യത്ത് 7 ഐസറുകളാണ് നിലവിലുള്ളത്. ഐസർ പൂനെ, ഐസർ കൽക്കത്ത, ഐസർ ഭോപ്പാൽ, തിരുവനന്തപുരം, ബർഹാംപൂർ, തിരുപ്പതി ആൻഡ് മൊഹാലി എന്നിവിടങ്ങളിലാണ് ഈ ഐസറുകൾ സ്ഥിതി ചെയ്യുന്നത്. 7 സ്ഥലങ്ങളിലും നമുക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BS MS ഡിഗ്രി പ്രോഗ്രാമുകൾ നൽകി വരുന്നുണ്ട്. കൂടാതെ ഐസർ കൽക്കത്തയിൽ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റാ സയൻസ് എന്ന ഡിഗ്രിയും ഐസർ ഭോപ്പാലിൽ 4 ഇയർ BTech BS എക്കണോമിക്സ് എന്നീ ഡിഗ്രികളും ഐസർ തിരുപ്പതിയിൽ BS ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഡിഗ്രിയും നൽകി വരുന്നുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന നിങ്ങൾ ജൂലൈ 9 വരെ കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജനറൽ OBC വിഭാഗക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസായി 2000 രൂപയും SC/ST വിഭാഗക്കാർക്ക് 1000 രൂപയും ഫോറിൻ നാഷണൽസിന് 12,000 രൂപയുമായിട്ടാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. രജിസ്ട്രേഷൻ ഫീ അടച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ സീറ്റ് ആക്സെപ്റ്റേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ സീറ്റ് ആക്സെപ്റ്റേഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പോവാനും ഉള്ള അലോട്ട്മെൻറ്റുകളിൽ നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മുൻഗണനകൾ അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഐസറിലെ വെബ്സൈറ്റിൽ കയറി ഐസർ admissions.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണം. രാജ്യത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള കഴിവുള്ള നല്ല ശാസ്ത്രജ്ഞന്മാരായി നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.